കിട്ടിയോ? ഇല്ല സാർ, ഒരു രക്ഷയില്ല. ആ തപ്പിക്കോ, കിട്ടിയേക്കും. ഇല്ല പോരെ സാറേ, ഇതിപ്പോൾ രാകേഷിൻ്റെ മാത്രമല്ല, സിറാജിൻ്റെ കുടുംബത്തിൽ ആരുമില്ല. ഇനി ഇവരെല്ലാം ജീവിച്ചിരിപ്പുണ്ടോ എന്ന് തന്നെ ആർക്കറിയാം. നമ്മുടേതുണ്ടോ? ഭാഗ്യത്തിനുണ്ട് സാർ. സാർ ഇതെന്താ സാറേ, എന്തിനാ സാറേ ഇങ്ങനെ ഇത്? SIR അല്ലേ ഉദ്ദേശിക്കുന്നത്? SIRനെ കുറിച്ച് പറഞ്ഞാൽ കേന്ദ്ര സർക്കാരും തെരഞ്ഞെടുപ്പ് കമ്മീഷനും കൂടി ഇന്ത്യയിലെ ജനങ്ങൾക്കും കോൺഗ്രസ് പാർട്ടിക്കും തരുന്ന ഒരടിയാണ്. അത് മറ്റൊന്നുമല്ല. ഏതാണ്ട് 1950 ആദ്യ തെരഞ്ഞെടുപ്പിന് ശേഷം 2002 ഇതിനു മുമ്പ് കേരളത്തിൽ ഒരു SIR നടന്നിട്ടുള്ളത്. ഈ വാക്ക് പോലും നമ്മൾ ആരും കേട്ടിട്ടില്ല. ഇപ്പോൾ BJPക്ക് കിട്ടാൻ സാധ്യതയില്ലാത്ത വോട്ടുകൾ മുഴുവൻ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പണിയാണ് ഈ SIR. രാഹുൽ ഗാന്ധി കർണാടകയിലും ബീഹാറിലും ഒക്കെ നടന്ന വോട്ട് ചോരിയെക്കുറിച്ചൊക്കെ നമ്മൾ കണ്ടുവല്ലോ. എത്രയോ 10,000 വോട്ടുകളാണ് അവിടെയൊക്കെ വെട്ടിമാറ്റിയിരിക്കുന്നത്. അതെല്ലാം കോൺഗ്രസ്സിന് കിട്ടേണ്ടുന്ന വോട്ടുകളാണ്. ഇവിടെ കേരളത്തിലും നമ്മൾ കണ്ടു ഒരുപാട് പേരുടെ പേരുകളൊക്കെ പുറത്താകുമെന്ന്. പക്ഷേ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോ LDFോ ഈ SIRനെതിരെ എന്തെങ്കിലും ഒരക്ഷരം പറഞ്ഞു കേട്ടിട്ടുണ്ടോ? കാര്യമെന്താ? BJPയുടെ ലക്ഷ്യം കോൺഗ്രസ് മുക്ത ഭാരതം, CPMൻ്റെയും ലക്ഷ്യം കോൺഗ്രസ് മുക്ത കേരളം. ഇനിയിപ്പം നമ്മൾ ഈ BJP എന്നും CPM എന്നും രണ്ടായിട്ട് പറഞ്ഞ് സമയം കളയണ്ട. ഇത് രണ്ടും ഒന്നാണ്. അതുകൊണ്ട് ഇനി മുതൽ CJP എന്ന് പറയുന്നതാണ് നല്ലത്. അപ്പോൾ ഈ SIR എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞതുപോലെ ഇന്ത്യയിൽ മൊത്തത്തിൽ കേരളം ഉൾപ്പെടെ 10,000 പൊതുജനങ്ങളുടെ വോട്ടർമാരുടെ വോട്ട് പുറത്ത് പോയി എന്നുള്ള പരാതിയാൽ അവരെല്ലാം ദുഃഖിതരാണ്. അതേപോലെ നമ്മുടെ ഇവിടുത്തെ കേരളത്തിൻ്റെ സ്ഥിതി എന്താ? പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന PSCയിൽ 10,000 പേർ റാങ്ക് ലിസ്റ്റിലുണ്ട്. പക്ഷേ അതിലെ 1ാം റാങ്കിലുള്ളവർക്ക് പോലും ജോലി കിട്ടുന്നില്ല എന്നുള്ളതാണ് കേരളത്തിലെ യുവജനങ്ങളുടെ ഏറ്റവും വലിയ പരാതിയും. ആ അർത്ഥത്തിൽ കേന്ദ്രത്തിൻ്റെ SIRും കേരളത്തിലെ സർക്കാരിൻ്റെ PSCയും എല്ലാം ജനങ്ങൾക്ക് ബാധ്യതയായിരിക്കുകയാണ്. എടാ രഞ്ജിത്തെ, നിന്റെ ജോലിക്കാരി എന്തായടാ? എന്ത് ജോലി സലീം ഭായി? പേരൊക്കെ PSC റാങ്ക് ലിസ്റ്റിലുണ്ട്. പക്ഷെ അവരുടെ നിയമനം കംപ്ലീറ്റ് AKG സെൻറ്റർ വഴിയല്ലേ. കഴിഞ്ഞ 10 വർഷമായിട്ട് ആകെ നമ്മളെപ്പോലുള്ളവർക്ക് കിട്ടിയിട്ടുള്ളത് വെറും നിരാശ മാത്രം. PSCയുടെ നിയമനത്തെക്കുറിച്ച് പറയാതിരിക്കുന്നതാണ് നല്ലത്. ഇപ്പം തള്ളുന്നത് കേട്ടാൽ തോന്നും ഇനി കേരളത്തിൽ ജോലി കിട്ടാൻ ഇനി ആരുമില്ല എന്ന്. ജോലി കുറേ പേർക്കൊക്കെ കിട്ടി എന്നുള്ളത് സത്യമാണ്. അത് പക്ഷേ PSC വഴിയുള്ളതിനേക്കാൾ കൂടുതൽ പെറംവാതിൽ നിയമനമാണ്. ബന്ധുക്കൾക്കും സ്വന്തക്കാർക്കും വേണ്ടപ്പെട്ടവർക്കുമൊക്കെ പിൻവാതിൽ നിയമനം കൊടുക്കുന്നതാണ്. നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ പത്രങ്ങളിൽ കണ്ടുവല്ലോ. 1ാം റാങ്ക് വാങ്ങിയ, അതും ഏത് ജോലിക്കാണ്? കോളേജിലെ അസിസ്റ്റൻ്റ് പ്രൊഫസർ. 5ഓ 6ഓ ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള റാങ്ക് ലിസ്റ്റിൽ 1ാമത്തെ റാങ്ക് വാങ്ങിയ പെൺകുട്ടികളാണ് കൂടുതലും. അവർക്ക് പോലും നിയമനം ലഭിക്കുന്നില്ല. അതുകൊണ്ട് ഇവിടെ തൊഴിൽ കൊടുക്കും, തൊഴിൽ വരും എന്നൊക്കെ പറയാമെന്നല്ലാതെ ഇവർ കൊടുത്ത തൊഴിൽ കിട്ടിയവരെ ചൂണ്ടിക്കാണിക്കാൻ ഇവർക്ക് കഴിയുന്നില്ല. പിന്നെ ഒരെണ്ണം പറയുന്നുണ്ട്. അതെന്താണെന്നറിയണ്ടേ? ഈ ഇപ്പോഴത്തെ ഒരു പ്രത്യേകത, പണ്ടൊക്കെ PSC പരീക്ഷയ്ക്ക് ഓരോന്നിനും പ്രത്യേകം പരീക്ഷയാണ്. ഓരോ ലിസ്റ്റിലും പ്രത്യേകം ആളുകളാണ് വരുന്നത്. ഇപ്പോൾ ഇവരൊരു കുറുക്ക് വഴി കണ്ടുപിടിച്ചിട്ടുണ്ട്. ആദ്യം ഒരു പൊതുപരീക്ഷ, ആ പരീക്ഷ ജയിക്കുന്നവർക്ക് ബാക്കി പരീക്ഷ എഴുതാൻ പറ്റും. അപ്പോൾ എന്ത് സംഭവിക്കും? ആദ്യത്തെ ഒരു പരീക്ഷയിൽ ഒരു 8-10 ലക്ഷം പേരങ്ങ് പുറത്തു പോകും. ആ പുറത്തു പോകുന്നവർക്ക് പിന്നെ ഒരു 5 കൊല്ലത്തേക്ക് ഒരു പരീക്ഷ എഴുതാൻ പറ്റില്ല. അപ്പോൾ PSC ജോലി നോക്കി, സർക്കാർ ജോലി നോക്കി നിന്നാൽ ഇവിടെ ആർക്കും ജോലി കിട്ടില്ല. ഈ പാർട്ടിയുടെ ബന്ധപ്പെട്ടവർക്കും അവർക്ക് വേണ്ടി വിടുപണി ചെയ്യുന്നവർക്കും മാത്രമേ ജോലി കിട്ടുകയുള്ളൂ. ഇവിടെ ഇപ്പോൾ ഉദ്യോഗാർത്ഥികൾ നോക്കിയിരിക്കുന്ന ഇരിപ്പ് കണ്ടാൽ ഈ നമ്മുടെ വീട്ടമ്മമാർ ഗ്യാസും നോക്കി
കാത്തിരിക്കുന്ന ഇരിപ്പിലാണ് നമ്മളുടെ എല്ലാം യുവാക്കളും ചെറുപ്പക്കാരുമൊക്കെ ഗ്യാസും നോക്കിയിരിക്കുന്ന അവസ്ഥയിലാണ്. ഗ്യാസിനെ വിട്ടേക്ക് കോര സാറേ, സ്വർണത്തേക്കാൾ പവറാ. അടുക്കള കയറാൻ പേടിയാണ്. കേന്ദ്രം 1 കൂട്ടുമ്പം സംസ്ഥാനം 2 കൂട്ടും. നമ്മൾ സാധാരണക്കാർ എങ്ങോട്ട് പോകും? എടോ, വെറുതെ ഇവിടെ ഇരുന്നു കൊണ്ട് പരാതിയും പരിഭവവും പറഞ്ഞതുകൊണ്ട് ഒരു കാര്യവുമില്ല. കഴിഞ്ഞ 10 വർഷം കൊണ്ട് കേരളത്തിലെ എല്ലാവരുടെയും എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുമെന്ന് ഉറപ്പ് നൽകി ഭരണത്തിൽ വന്നവർ ഭരണം വിട്ടൊഴിയുമ്പോൾ ഇവിടെ കല്ലും മണ്ണും തിന്നേണ്ടുന്ന അവസ്ഥയിലാണ്. അടുക്കള പുകയുന്നില്ല. അതുകൊണ്ട് ഇനി വരുന്ന നാളുകളിലെ കേരളത്തിലെ ജനങ്ങളുടെ മുഴുവൻ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ രാഹുൽ ഗാന്ധി ഗ്യാരണ്ടി നൽകിയ പദ്ധതി ഉണ്ട്. ഇന്ദിരാ ഗ്യാരണ്ടി എന്ന പദ്ധതി. സാറൊന്ന് വ്യക്തമാക്കാമോ? പണ്ട് എല്ലാം ഉറപ്പാണ് എന്ന് പറഞ്ഞ് ചില കൂട്ടർ വന്നു. ഒന്നും ഉറപ്പായില്ല. ഇവിടെ കൃത്യമായി ഒരു അജണ്ട നിശ്ചയിച്ച് 5 പ്രഖ്യാപനങ്ങളാണ് ഇന്ദിര ഗ്യാരണ്ടിയിൽ ഉള്ളത്. സാറേ, ഈ ഗ്യാരണ്ടി എന്ന് പറയുമ്പോൾ പഴയതുപോലെ വീണ്ടും കിറ്റ് കൊടുക്കലാണോ? ആ വഴിക്കൊന്നും ഞാനില്ലേ. ഇത് വെറും കിറ്റല്ല, ജീവിതം മാറ്റിമറിക്കലാണ്. നടപ്പിലാക്കാനുള്ള ഓരോ പദ്ധതികളുമാണ് ഈ ഗ്യാരണ്ടിയിൽ പറയുന്നത്. ഒന്നാമത്തെ ഗ്യാരണ്ടി, ആ ഗ്യാരണ്ടി പറയുന്നത് KSRTC ബസ്സുകളിൽ നമ്മളുടെ സ്ത്രീകൾക്കെല്ലാം സൗജന്യ യാത്ര ഉറപ്പുവരുത്തുകയാണ്. നിത്യവും ജോലിക്ക് പോകേണ്ടി വരുന്ന പാവപ്പെട്ട സ്ത്രീകൾക്ക് എത്രയോ നേട്ടമാണത്. ദിവസവും സ്കൂളിലും കോളേജിലും പോകേണ്ടി വരുന്ന പെൺകുട്ടികൾക്ക് അത് എത്രയോ നേട്ടമാണ്. അപ്പോൾ ഈ സൗജന്യ യാത്ര എന്ന് കേൾക്കുമ്പോൾ പലർക്കും സംശയം, ഇതെങ്ങനെ നടപ്പിലാക്കാൻ പറ്റുമെന്ന്. നടപ്പിലാക്കിയ മറ്റ് സംസ്ഥാനങ്ങൾ തൊട്ടടുത്തുണ്ട് നമ്മളുടെ. അതുപോലെ തന്നെ ഈ ടിക്കറ്റ് കൊടുക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് ടിക്കറ്റ് എടുക്കാൻ ആഗ്രഹമുള്ള സ്ത്രീകൾ, സാമ്പത്തിക സ്ഥിതി ഉള്ളവർ, അവർക്കത് തരാം, അത് വാങ്ങുകയും ചെയ്യും. പിന്നീട് ടിക്കറ്റിനകത്തൊക്കെ പരസ്യം, ടിക്കറ്റ് വേണ്ട എങ്കിലും ടിക്കറ്റ് ഇഷ്യൂ ചെയ്യും. ആ ടിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നതിനകത്ത് വൻകിട കമ്പനികളുടെ പരസ്യങ്ങളൊക്കെ KSRTCക്ക് വാങ്ങാം. അപ്പോൾ ആ രീതിയിൽ വരുമാനമുണ്ടാകും. ഒപ്പം ഇവരുടെ ഈ മിച്ചം പിടിക്കുന്ന പണം, ആ പണം അവർ കമ്പോളത്തിലേക്ക് ഇറക്കും. എല്ലാ ദിവസവും അല്ലെങ്കിൽ എല്ലാ മാസവും ആ പണവും കറങ്ങിത്തിരിഞ്ഞ് GSTയും അതുപോലെയുള്ള ടാക്സുകളും ഒക്കെയായിട്ട് ഇങ്ങ് സർക്കാരിൽ വരും. അതുകൊണ്ട് അത് നടപ്പിലാക്കുന്നതിന് വലിയ പ്രയാസമോ ബുദ്ധിമുട്ടോ ഒന്നുമില്ല. ഏറ്റവും പരമപ്രധാനമായത് ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ്. ഒരു കുടുംബത്തിൽ ഇപ്പോൾ പരമാവധി വന്നാൽ 5 പേര്, അതിനപ്പുറമൊക്കെ ഇപ്പോഴത്തെ കുടുംബങ്ങളിലൊന്നുമില്ല, കൂട്ടുകുടുംബമൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഒരു കുടുംബത്തിൽ പരമാവധി 5 പേരുണ്ടെങ്കിൽ ഒരാളിന് 5 ലക്ഷം എന്ന നിലയിൽ 5 പേർക്ക് 25 ലക്ഷം രൂപയുടെ ഒരു ഇൻഷുറൻസ് പദ്ധതിയാണ്. അവിടെ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലായി കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ ചില സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികളൊക്കെ ഉണ്ടല്ലോ, അതൊന്നും പിന്നെ വേണ്ടി വരില്ല. കാരണം എന്താ? സൗജന്യമായി കേരള സർക്കാർ, UDF സർക്കാർ, കോൺഗ്രസ് പാർട്ടി ഭരണത്തിൽ വരുമ്പോൾ വരുന്ന മെയ് മാസത്തിൽ ഈ പദ്ധതി നടപ്പിലാക്കുക. അത് നടപ്പിലാക്കുമ്പോൾ മറ്റ് ഇൻഷുറൻസ് പദ്ധതികളുടെ ഒന്നും ആവശ്യം പിന്നെ ഇല്ല. അപ്പോൾ ആരെങ്കിലും കയ്യിൽ നിന്നും 25,000 രൂപയൊക്കെ കൊടുത്ത് ഇപ്പോൾ 5 പേർക്ക് 25 ലക്ഷത്തിൻ്റെ ഒരു ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നാളുകളിൽ അവർക്കത് സൗജന്യമായി കിട്ടുമ്പോൾ അവർ ആ പണം ഈ സംസ്ഥാനത്തോടും പാവപ്പെട്ടവരോടുമൊക്കെ താല്പര്യമുള്ളവർ സർക്കാരിൻ്റെയും മുഖ്യമന്ത്രിയുടെയും ദുരിതാശ്വാസ നിധിയിലേക്ക് വരെ കൊടുത്ത് സഹായിക്കും. ഇനി അത് മാത്രമല്ല, എല്ലാ കുടുംബങ്ങൾക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്. APL BPL വ്യത്യാസമൊന്നുമില്ലാതെ കേരളത്തിലിപ്പോൾ ഒരു 80 ലക്ഷത്തോളമെങ്കിലും കുടുംബങ്ങളുണ്ടാകും. 80 ലക്ഷം കുടുംബങ്ങളെ ഇൻഷുർ ചെയ്യുമ്പോൾ ഈ ഇൻഷുറൻസിൻ്റെ പ്രീമിയം വളരെ ചെറുതാകും. അതറിയാമല്ലോ. എണ്ണം കൂടുന്തോറും പ്രീമിയം കുറയും. അപ്പോൾ അതൊക്കെ കൊണ്ട് നമ്മൾക്കത് നടപ്പിലാക്കാൻ പറ്റും. അതുപോലെ നമ്മളുടെ ഈ സ്വകാര്യ ആശുപത്രികളിലൊക്കെ ഉള്ള ഈ വലിയ കൊള്ളയുണ്ടല്ലോ, ഇപ്പോൾ നമുക്ക് പേടിയല്ലേ.
ആ ബാലേട്ടൻ പോലും ആശുപത്രിയിൽ പോയിട്ട് സർക്കാർ ആശുപത്രിയിലാണെങ്കിൽ കത്രികകത്ത് കയറും. സ്വകാര്യ ആശുപത്രിയിലായിരുന്നപ്പോൾ മരിയ ഹോസ്പിറ്റലിൽ പോകാൻ വീടിൻ്റെ പ്രമാണം എടുത്തുകൊണ്ട് വരാമെന്നും പറഞ്ഞാണ് മുങ്ങിയത്. ആ ബാലേട്ടനെ പോലെയുള്ള എത്രയോ ലക്ഷങ്ങൾക്ക് ഈ പദ്ധതി വരുമ്പോൾ ആ ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള ആ പദ്ധതി പ്രയോജനം ചെയ്യും. ആ പദ്ധതിക്ക് ഉമ്മൻചാണ്ടിയുടെ പേര് കൊടുത്തത് എന്തുകൊണ്ടാണ്? കഴിഞ്ഞ 2011-16 കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്ന പദ്ധതികൾ അറിയില്ലേ? കാരുണ്യ ചികിത്സാ പദ്ധതി, അതുപോലെ കാരുണ്യ ബെനവലൻ്റ്, കാരുണ്യ ഫാർമസികൾ, സൗജന്യ ഡയാലിസിസ്, ശ്രുതി തരംഗം, ആരോഗ്യ കിരണം, സുഹൃതം, എന്തെല്ലാം പദ്ധതികളായിരുന്നു. അതിനെയെല്ലാം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഈ പദ്ധതിക്ക് ഉമ്മൻചാണ്ടിയുടെ പേരിട്ടത്. അതിനപ്പുറം ഒരു പേരിടാൻ നമ്മുടെ കേരളത്തിൽ മറ്റൊരു പേരില്ല. അതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട, രണ്ടാമത്തെ അല്ല ഫലത്തിൽ ഒന്നാമത്തെ ഗ്യാരണ്ടി. അതാണ് രണ്ടാമത്തേത് സ്ത്രീകളുടേതാണ്. ആ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുക്കുന്നതോടൊപ്പം നമ്മുടെ കോളേജുകളിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് മാസം 1000 രൂപ വീതം അവർക്ക് പണമായി കൊടുക്കും. അവർക്ക് ആ പണം അവരുടെ പഠനോപകരണങ്ങൾക്കോ ട്യൂഷൻ ഫീ ആയിട്ടോ വസ്ത്രത്തിനോ എന്തിനു വേണമെങ്കിലും അവർക്ക് ഉപയോഗിക്കാം. ഒപ്പം അവർക്ക് പെൺകുട്ടികളായതുകൊണ്ട് ബസ്സിൽ പൈസയും കൊടുക്കണ്ട. നോക്കൂ, സ്ത്രീപക്ഷ ഗ്യാരണ്ടിയാണ്. ഇനി നാലാമത്തെ ഗ്യാരണ്ടി എന്ന് പറയാവുന്നത് ചെറുപ്പക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം നമുക്കറിയാം, ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർ PSCക്ക് ജോലിക്ക് അപേക്ഷിച്ചിട്ട് ജോലി കിട്ടുന്നില്ല. അവരിൽ പലരും സ്വയം എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യാൻ മനസ്സുള്ളവരാണ്, തയ്യാറുള്ളവരുമാണ്. പക്ഷേ അവർക്ക് എന്തില്ല? പണമില്ല. ഈ പണമില്ലാത്തവർ എവിടെയെങ്കിലും ചെന്ന് ബാങ്കിൽ ലോൺ ചോദിച്ചാൽ ആരെങ്കിലും കൊടുക്കുമോ? കൊടുക്കില്ല. അപ്പോൾ അത്തരക്കാരെ സഹായിക്കാൻ, അതായത് മറ്റാരെയും ആശ്രയിക്കാതെ PSC ജോലി UDF വരുമ്പോൾ കിട്ടും, കിട്ടിക്കോട്ടെ, അപ്പോഴും എല്ലാവർക്കും കിട്ടില്ലല്ലോ. അങ്ങനെ കിട്ടാത്തവരും എന്നാൽ സ്വയം ഒരു തൊഴിൽ കണ്ടെത്താൻ മനസ്സുള്ളവർക്കും വേണ്ടിയിട്ടുള്ള സുപ്രധാനമായ പദ്ധതിയാണ് നമ്മളുടെ ഈ സ്വയം തൊഴിൽ കണ്ടെത്തൽ പദ്ധതി. അത് പഴയ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തും ആ പദ്ധതി ഉണ്ടായിരുന്നു. മാണി സാറ് അന്ന് ധനകാര്യമന്ത്രിയായിരുന്നപ്പോൾ അത് വിജയിച്ച ഒരു പദ്ധതിയാണ്. അതിൻ്റെ ഏറ്റവും വലിയ വിജയം ഈ 5 ലക്ഷം രൂപ കൊടുക്കുന്നതിന് ഒരു പൈസ പോലും പലിശ കൊടുക്കണ്ട. ഇപ്പം നമുക്കറിയാം, പഴയ ഒരു മന്ത്രിയുടെ വീട് പോലും ജപ്തി ചെയ്തുകൊണ്ട് പോകാൻ പോകുന്നത് നമ്മൾ കണ്ടു, പലിശ കയറി. അപ്പോൾ അങ്ങനെ ആർക്കും ബുദ്ധിമുട്ടുണ്ടാകാതെ ചെറുപ്പക്കാർ മുന്നോട്ട് വന്നാൽ 5 ലക്ഷം രൂപ അവർക്ക് കൊടുക്കും. 5 പൈസ പലിശ കൊടുക്കണ്ട. തിരിച്ചടയ്ക്കാൻ ഒരു നിശ്ചിത വർഷം വരെയും അവർക്ക് കൊടുക്കും. അവർക്ക് നല്ല നിലയിൽ ബിസിനസ് നടത്താം. ഓരോ ദിവസമോ മാസമോ നിശ്ചിത വരുമാനം ലാഭം അവർ തിരിച്ചടച്ചാൽ ഒരു 5-6 വർഷം കഴിയുമ്പോൾ ഈ വ്യവസായം അവരുടെ സ്വന്തം വ്യവസായമാകും. ഇതിനെയാണ് സ്വയം തൊഴിൽ കണ്ടെത്തൽ എന്ന് നമ്മൾക്ക് പറയാവുന്നത്. ഇനി 5-മത്തേത്, അത് നമ്മളെ പോലെയുള്ള വയസ്സന്മാർക്ക്, വയോജനം, വയസ്സന്മാരൊന്നും ആണെന്ന് ആരും സമ്മതിക്കില്ല, പക്ഷേ വയസ്സന്മാർ തന്നെ. വയസ്സന്മാരുടെ പ്രശ്നം എന്താ? 2 മക്കൾ കാണും, 2 പേരും വല്ല വിദേശത്തുമായിരിക്കും. ഇവിടെ നോക്കാനോ കാണാനോ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. അങ്ങനെയുള്ളവരെ നമ്മൾ ഇട്ടിരിക്കുന്ന ഒരു പേരാണ് വയോജനം. ആ വയോജനങ്ങൾക്കും ആരും ആശ്രയമില്ലാത്തവരുമായവർക്ക് വേണ്ടി ഒരു പ്രത്യേക പദ്ധതി കൊണ്ടുവരികയാണ്. അപ്പോൾ അത് നമ്മളുടെ ആശമാരെ പോലെയൊക്കെ ഉള്ളവരെ അതിന് ചുമതലപ്പെടുത്തും. അവർ നമ്മളുടെ വീടുകൾ സന്ദർശിക്കും, അവരുടെ കോണ്ടാക്റ്റ് നമ്പർ നമ്മൾക്ക് തരും. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവരെ സമീപിച്ചാൽ മതി. നോക്കാൻ ആരുമില്ല എന്നുള്ള പേടി വേണ്ട. ഇപ്പോൾ ഞെട്ടിക്കുന്ന വാർത്തകൾ നമ്മൾ പത്രത്തിൽ വായിക്കാറില്ലേ? ഉന്നത ഉദ്യോഗസ്ഥൻ, മക്കൾ അമേരിക്കയിൽ കോടീശ്വരന്മാർ, ദുർഗന്ധം വമിച്ച് വീട് ചവിട്ടി തുറന്നപ്പോൾ മരിച്ചിട്ട് ഒരാഴ്ചയായ അച്ഛൻ്റെ മൃതശരീരം. കേരളത്തിലാണ്. ആ വീട് വന്ന് ഒന്ന് തുറന്നു നോക്കാനോ അന്വേഷിക്കാനോ ഒരാളുണ്ടായിരുന്നെങ്കിൽ മരിക്കുന്നത് മരിക്കും,
ഇപ്പം നമ്മളെല്ലാവരും സ്വാഭാവികമായി മരിക്കും. അതുപോലെയാണോ? ആരും നോക്കാനും കാണാനും ഇല്ലാതെ കോടിക്കണക്കിന് സ്വത്തുണ്ട്. പക്ഷേ മരിച്ചവിടെ കിടന്ന് പുഴുവരിച്ചിട്ട് പോലും തിരിഞ്ഞു നോക്കാൻ ആളില്ലാത്തവരുടെ ദുർഗതി അതൊരു വല്ലാത്ത ഗതിയാണ്. മക്കളില്ലാത്തവരായാലും മക്കളുള്ളവരായാലും. നോക്കൂ, ഇനി അങ്ങോട്ട് ഓരോന്നായിട്ട് നമ്മൾ ആലോചിച്ച് നോക്കൂ. ഇതിലെ ഏത് പദ്ധതിയാണ് ജനപക്ഷം അല്ലാത്ത പദ്ധതി? ഇതൊക്കെയാണ് പദ്ധതികൾ. ഇതിനേക്കാളൊക്കെ പരമപ്രധാനമായതും കേരളത്തിലെ ഏതാണ്ട് 75 ലക്ഷത്തോളം വരുന്ന ആൾക്കാർക്കും പ്രയോജനം ചെയ്യുന്ന ഏറ്റവും പരമപ്രധാനമായ ഒന്നാണല്ലോ സാമൂഹ്യ പെൻഷൻ. ഈ സാമൂഹ്യ പെൻഷൻ എന്ന് മൊത്തത്തിൽ നമ്മൾ അതിനെ പേര് പറയുന്നെങ്കിലും ആ പെൻഷനുകൾക്കൊക്കെ പ്രത്യേകം പേരുണ്ട്. ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ, ഇന്ദിരാഗാന്ധി ദേശീയ വിധവാ പെൻഷൻ, ഇന്ദിരാഗാന്ധി ദേശീയ വികലാംഗ പെൻഷൻ, ഇന്ദിരാഗാന്ധി അവിവാഹിത പെൻഷൻ, പിന്നെ അതുപോലെയുള്ള മറ്റ് പെൻഷനുകൾ. അതെല്ലാം ഇപ്പോൾ എത്രയാ? 2000 രൂപ. ഈ 2000 ആയതെപ്പോഴാണ്? 5 വർഷം മുമ്പേ പ്രകടന പത്രികയിൽ ഉറപ്പ് കൊടുത്തു. പക്ഷേ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് കഴിഞ്ഞ നവംബർ മാസത്തിലാണത് 2000 ആക്കിയത്. UDF രാഹുൽ ഗാന്ധിയുടെ ഉറപ്പെന്താ? ഭരണത്തിൽ വന്നാൽ ഉടൻ തന്നെ ഈ 2000 എന്നുള്ളത് ആദ്യ മാസം മുതൽ 3000 നൽകും. ഒരു വർഷം 12 മാസത്തിൽ 12,000 രൂപയുടെ വർധനവാണ്. കഴിഞ്ഞ 10 വർഷമായി ഇവിടെ എന്തെല്ലാം മാറ്റം വരുത്തുമെന്ന് പറഞ്ഞ് വന്നവരാണിവർ. അവസാനം എന്തായി? കുറ്റിയടിക്കാൻ വന്നവനെ പോലും കാണാനും ഇല്ല, കുറ്റിയും കാണാനില്ല. മഞ്ഞ കുറ്റി എന്ന് കേട്ടാൽ ഇപ്പോൾ ആളുകൾക്ക് ചിരിയാണ്. പിന്നീടാണോ? ഇവിടെ കേരയിൽ നമ്മളെല്ലാവരും കേട്ടല്ലോ, കേരയിൽ ഇപ്പോൾ വരും. പാർട്ടി സെക്രട്ടറി സഖാവ് ഗോവിന്ദൻ പറഞ്ഞ എന്താ? ഷൊർണൂറിൽ നിന്നും രാവിലെ ഒരു കുട്ടയിൽ അപ്പവുമായിട്ട് ട്രെയിനിൽ കയറിയാൽ 20 മിനിറ്റ് കൊണ്ട് എവിടെ ചെന്നിറങ്ങാം? കൊച്ചിയിൽ ചെന്നിറങ്ങാം. അരമണിക്കൂർ കൊണ്ട് അപ്പമെല്ലാം വിറ്റിട്ട് അടുത്ത ട്രെയിനിൽ കയറി വീണ്ടും വരാം. ഇതൊക്കെ പറഞ്ഞ് കേട്ടു. കുറേ പേരൊക്കെ പ്രതീക്ഷിച്ചു. എന്തെങ്കിലും നടന്നോ? ഒരു മന്ത്രി പറഞ്ഞ എന്താ? 5 സ്റ്റാർ ഹോട്ടലാണെന്ന് കരുതി സർക്കാർ സ്കൂളിൽ വന്നിട്ട് കഴിക്കാൻ എന്തുണ്ട്? ഒരു പ്ലേറ്റ് എന്തെടുക്കണം? മട്ടൺ ചാപ്സ് എടുക്കട്ടോ എന്നൊക്കെ തള്ള. വേറൊരു മന്ത്രി പറഞ്ഞ എന്താ? നമ്മുടെയൊക്കെ സർക്കാർ ആശുപത്രി കണ്ടാൽ എന്താ? 7 സ്റ്റാർ ഹോട്ടലാണെന്ന്. അത് പൊളിഞ്ഞു വീണ് അതിൻ്റെ അടിയിലായിപ്പോയി. നമ്മുടെ ഗണേശൻ മന്ത്രി പറഞ്ഞ എന്താ? KSRTCയുടെ പുതിയ ബസ് കണ്ടിട്ട് ബെൻസ് കാറൊക്കെ ഒതുക്കിയിട്ട് അതിനകത്തോട്ട് കയറി യാത്ര ചെയ്യാൻ വന്നു. തള്ളുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ നമ്മൾക്ക്? മറ്റൊരു മന്ത്രി പറഞ്ഞത് കേട്ട് ചിരിക്കാതിരിക്കാൻ പറ്റുമോ? സർക്കാർ ആശുപത്രിയിലെ പ്രസവ വാർഡ് കണ്ടപ്പോൾ സ്ത്രീകൾ പ്രസവം നിർത്തിയവർക്ക് സങ്കടം, ഞങ്ങൾക്ക് ഈ ആശുപത്രിയിൽ ഒന്നുകൂടെ പ്രസവിക്കണമെന്ന്. എൻ്റെ ദൈവമേ, ഇനി എന്തെല്ലാം കാണണം കേൾക്കണം. അപ്പോൾ നാളത്തോടുകൂടി നമ്മളുടെ പ്രചരണ സമയം അവസാനിക്കും. പിന്നെ ഒരു ദിവസം നിശബ്ദ പ്രചരണമാണ്. എല്ലാ വീടുകളിലും കയറി നമ്മളിവിടെ ചർച്ച ചെയ്ത ഗ്യാരണ്ടി ഉൾപ്പെടെയുള്ള എല്ലാ വിഷയങ്ങളും നമ്മൾ വോട്ടർമാരെ അറിയിക്കണം. പോളിംഗ് ബൂത്തിൽ പോകുന്ന വോട്ടർമാരോട് നമ്മൾക്ക് എല്ലാവരോടുമായി പറയുവാനുള്ള ഒരേ ഒരു കാര്യം, കേരളം ജയിക്കും, UDF നയിക്കും.